വെൽക്കം ബാക്ക് ടു കിസ്കേലക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ചെമ്മീൻ കപ്പ ബിരിയാണിയാണ്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ, കമോൺ. അങ്ങനെ ഗൈസ്, നമ്മുടെ കപ്പ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി പാൻ അടുപ്പത്ത് വെക്ക്, അതൊന്ന് നല്ലപോലെ ചൂടായിട്ടൊക്കെ വരുമ്പോൾ പൊക്കിയെടുക്കാം. അതൊക്കെ വന്നതിന് ശേഷം 2 ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് നല്ലപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഏത് വേണമെങ്കിലും സൺഫ്ലവറോ കോക്കനട്ടോ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ എണ്ണയൊന്ന് നല്ലപോലെ ചൂടായിട്ടൊക്കെ വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഫസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കുറച്ച് കടുക് ഇട്ടു, അതിന് ശേഷം വീണ്ടും കുറച്ചുകൂടി കൂടുതൽ കടുക് ഇട്ട് കൊടുക്കാം. വീണ്ടും അതിനകത്തേക്ക് കുറച്ചുകൂടി കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കടുകിനെ ടക്ക് 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 എന്ന് പൊട്ടുന്ന സൗണ്ട് ആക്കും ഗൈസ്. അതിനുശേഷം അതിലേക്ക് നമുക്ക് മഞ്ഞ കളർ ഇട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച കപ്പ ഫുള്ള് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതായത് നമ്മൾ കപ്പ ഫുള്ളിനകത്ത് ഇട്ട് കൊടുത്തിട്ട് അതെല്ലാം നല്ലപോലെ ഒന്ന് കളറായി വരാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി കൊടുക്കാവേ. അതുപോലെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത് ഇപ്പോൾ ഫുള്ള് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാല ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് പിടിച്ചൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ മിക്സ് ചെയ്തിപ്പോൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗായ്സ്. ഇങ്ങനെയുണ്ട് കാണാൻ. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചാൽ അതിനകത്തും ഇട്ട് കുറച്ചുകൂടി മസാല ഉണ്ടായിരുന്നു, അതിനകത്തും കൂടിയിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വാവ്, നല്ല ഭംഗിയില്ലേ ഗായ്സ് കാണാൻ. അതിൻ്റെ കൂടെ തന്നെ നല്ല അടിപൊളി മണവും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ മണം കേട്ടിട്ട് എൻ്റെ വായിന്ന് വെള്ളം വരുന്നു ഗായ്സ്. കപ്പലോടാനുള്ള വെള്ളമായെന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങനെ നമ്മുടെ സംഭവം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ സിമ്പിൾ റെസിപ്പി ആയിട്ടുള്ള കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ബൈ ബൈ.